വേൾഡ് ഓർഗാസം ഡേ കഴിഞ്ഞിട്ട് 4-5 ദിവസമായെന്ന് എനിക്കറിയാം. പക്ഷേ കൺസിഡറിങ് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു ശതമാനം ആൾക്കാർ ഇതുവരെ അങ്ങ് എത്തിയിട്ടില്ലാത്ത സ്ഥിതിക്ക് ഞാൻ 3-4 ദിവസം ലേറ്റായി നമുക്കങ്ങ് പോട്ടേന്ന് വെക്കാം. എന്താണ് ഈ വേൾഡ് ഓർഗാസം ഡേ? സെക്സിൻ്റെ നോർമൽ ഭാഗമായിട്ടുള്ള ഒരു പീക്ക് ക്ലൈമാക്സിനെയാണ് നമ്മൾ ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ച എന്ന് വിളിക്കുന്നത്. അതൊരു കോംപ്ലക്സ് ന്യൂറോ എൻഡോക്രൈൻ ഫിസിയോളജിയാണ്. അത് കാരണം ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ അങ്ങനെ വളരെയധികം ഹോർമോൺസ് റിലീസാവും. പെൽവിക് ഫ്ലോറിലെ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. ആണുങ്ങളിൽ സ്കലനം നടക്കും. പെൺകുട്ടികളിൽ എക്സ്ട്രീം പ്ലഷർ, ക്ലിറ്ററസിൻ്റെ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ യൂട്രൈൻ കോൺട്രാക്ഷൻസ് ഒക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഓർഗാസം. ആണുങ്ങളും പെണ്ണുങ്ങളും നടക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഓർഗാസം എല്ലാ സെക്സിൻ്റെ അവസാനം എത്തണമെന്നില്ല. ഹെറ്ററോസെക്ഷൽ കപ്പിൾസിൽ 90-95% ആണുങ്ങൾ ആസ് എ പാർട്ട് ഓഫ് സെക്സ് ഓർഗാസത്തിൽ എത്താറുണ്ട്. എന്നാൽ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ അത് 60-70% മാത്രമാണ്. ഇൻട്രസ്റ്റിംഗ്ലി ലെസ്ബിയൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ റിപ്പോർട്ട് ഹയർ ഇൻസിഡൻസ് ഓഫ് ഓർഗാസം. ഓർഗാസം എന്ന് പറയുന്ന ഒരു മിത്തൊന്നുമല്ല, ഇറ്റ്സ് എ നാച്ചുറൽ നോർമൽ പ്രോസസ്. ആൻഡ് തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ ഡെസേർട്ട്. നിങ്ങൾ ഡിന്നർ കഴിക്കുന്നു, എപ്പോഴും നിങ്ങൾ ഡെസേർട്ട് കഴിക്കണമെന്നില്ല. പക്ഷേ ഡെസേർട്ടിനോട് ആഗ്രഹം തോന്നുന്നു, അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സീക്ക് ഹെൽപ്പ്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഓർഗാസം എത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പോൾ ഓർഗാസത്തിൽ എത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതുവരെ ഓർഗാസമേ നിങ്ങൾക്ക് വന്നിട്ടില്ല, നിങ്ങളെ അത് മാനസികമായി നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെക്സ് പെയിൻഫുൾ ആണ്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ഡെഫിനറ്റ്ലി സീക്ക് ഹെൽപ്പ്. പിന്നെ പല കാര്യങ്ങളും കൊണ്ടാവാം ഓർഗാസം എത്താത്തത്. ചിലപ്പോൾ ഈ ഡയബറ്റിസ് പോലുള്ള ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടാകാം, ബോഡി ഇമേജ് ഇഷ്യൂസ് ഉണ്ടാകാം, സ്ട്രെസ്, ആങ്സൈറ്റി, ഓൾ ക്യാൻ ബി റീസൺസ്. ആൻഡ് ഡെഫിനറ്റ്ലി എൻഗേജ് ഇൻ മോർ കോൺവെർസേഷൻസ് അബൌട്ട് സെക്സ് ആൻഡ് ഓർഗാസം. പ്രോപ്പർ അവയർനെസ്സും എഡ്യൂക്കേഷൻ വന്നാൽ മാത്രമേ നമ്മൾ പ്രോപ്പർ ഹെൽപ്പ് തേടാൻ വേണ്ടി മാനസികമായി സജ്ജരാകൂ.